എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാലോചിച്ച് നോക്കിയേ. മാനുഷികമായി ചിന്തിച്ച ഉളുപ്പുള്ള ഒരുത്തരാണെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. ഇത് കാണുമ്പോഴേ അടുത്ത ആഴ്ച വരാമെന്ന് പറയും പോകും. കാരണം മക്കളെ കൊന്നവനാ. പക്ഷേ ഇവരിതിരുന്ന് കേൾക്കുകയും ചെയ്യും, പൗലോസ്ലീഹ പ്രസംഗിക്കുകയും ചെയ്യും. ഇതിൻ്റെ പേരാണ് കൃപ. കൃപ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഏത് പാതാളക്കുഴിയിൽ വീണാലും നമ്മളെ ഈ കൃപ പൊക്കിക്കൊണ്ടുവരും. ഒരു മനസ്സാക്ഷിയെയും ദുഷിപ്പിക്കാത്ത വിധം, കുറ്റബോധത്തിൻ്റെ തടവറയിൽ തള്ളിയിടാത്ത വിധം നിന്നെ എന്നെ മുഖപ്രസാദത്തോടെ പിന്നെയും നിർത്തുന്ന ഈ കൃപ, ഇതിൽ ശരണപ്പെടണം. സഭ നമ്മെ പഠിപ്പിക്കുന്ന, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ് ദൈവകൃപ. ഈ കൃപയില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൃപ നഷ്ടപ്പെട്ടാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ദൈവത്തിൽ നിന്ന് അകന്നു പോകും. കൃപ നഷ്ടപ്പെട്ടാൽ നമ്മൾ ദൈവിക സംവിധാനത്തിനെതിരെ നിൽക്കും. കൃപ നഷ്ടപ്പെട്ടാൽ നമ്മൾ സ്വസ്ഥതമായി ചെയ്തുകൊണ്ടിരുന്ന ജോലി കൈമോശം വരും. കൃപ നഷ്ടപ്പെട്ടാൽ നമ്മൾ പൊന്നുപോലെ ദൈവവിചാരത്തെ വളർത്തിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. കൃപ നഷ്ടപ്പെട്ടാൽ പൗരോഹിത്യത്തിൽ ജീർണതയുണ്ടാകും. കൃപ നഷ്ടപ്പെട്ടാൽ സന്യാസം ഇടിഞ്ഞു പോകും. കൃപ നഷ്ടപ്പെട്ടാൽ കുടുംബജീവിതം എന്നും ഒരു ഭാരമാകും. കൃപ നഷ്ടപ്പെട്ടാൽ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. കൃപ നഷ്ടപ്പെട്ടാൽ പള്ളിയിൽ വഴക്കുകളുണ്ടാകും. കൃപ നഷ്ടപ്പെട്ടാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റാതെ പോകും. നമ്മുടെ ശക്തിയില്ല. അതുകൊണ്ടാണ് നമ്മളിത് കേട്ട വചനം, പരിശുദ്ധാത്മാവ് നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം. നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന കൃപ. കൃപ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഇങ്ങനെ വിഷമവും പ്രയാസവും അസ്വസ്ഥതകളും തടസ്സങ്ങളൊക്കെ ഇങ്ങനെ നേരിടും. ഹല്ലേലൂയ. കുറച്ച് പേരൊക്കെ ഉള്ളൂ. ഹല്ലേലൂയ. കൃപ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാതാവും. ഹല്ലേലൂയ. ആ, അപ്പോൾ നമ്മൾ ഈ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകരുത്. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് കൃപ ചോർന്നു പോകരുത്. അഥവാ നമുക്ക് കൃപ നഷ്ടപ്പെട്ടാൽ തിരികെ പിടിക്കണം. കൃപ നഷ്ടപ്പെട്ടാൽ തിരികെ പിടിക്കണം. വിശുദ്ധ ക്രിസോസ്റ്റം എന്ന് പറയുന്നൊരു സഭാപിതാവുണ്ട്, വിശുദ്ധ ക്രിസോസ്റ്റം പിതാവ്. അദ്ദേഹം പറയുന്നത്, നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനിയല്ല, പഴയ സഭാപിതാവ്, അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: മടിയും ശ്രദ്ധക്കുറവും കൃപയെ തല്ലിക്കെടുത്തു. അതായത് ബൈബിളിലെ ശ്ലൈഹിക അധികാരമുള്ള സ്ലീഹന്മാർക്ക് ശേഷം സഭയെ പിടിച്ചു നിർത്തി പാഷണ്ഡതകളിൽ നിന്ന് രക്ഷിച്ച സഭാപിതാക്കന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തപസ്സനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച് അവർ ധ്യാനിച്ചെടുത്ത കാര്യമാണിത്. അപ്പം അദ്ദേഹം പറയുകയാണ്, മടിയും ശ്രദ്ധക്കുറവും കൃപയെ തല്ലിക്കെടുത്തും, മനസ്സിരുത്തുന്ന ശ്രദ്ധ ഈ കൃപയെ ആളിക്കത്തിക്കും. മനസ്സിരുത്തുന്ന ശ്രദ്ധ ഈ കൃപയെ ആളിക്കത്തിക്കും. പിതാക്കന്മാരൊക്കെ പറയുന്നത് നമ്മൾ അത് നമ്മുടെ നടപ്പും മട്ടും ഭാവമൊക്കെ കണ്ടാൽ മതി. നമുക്കൊരു ശ്രദ്ധയുണ്ടോ, നമുക്കൊരു തീക്ഷ്ണതയുണ്ടോ, ഒരു താല്പര്യമുണ്ടോ, അതോ സ്ഥിരതയില്ലാതെ മടുത്തു പോകുന്നുണ്ടോ, ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്നുണ്ടോ? നമ്മുടെ എല്ലാ പ്രാർത്ഥന മുടങ്ങുന്നു. ഇപ്പോൾ ഒരു തീക്ഷ്ണതയില്ല. പണ്ടൊക്കെ ആരാധന എന്നൊക്കെ പറഞ്ഞ് ഇരുവരിന്ന് വരുമായിരുന്നു. പക്ഷേ ഇപ്പം എന്നുള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ, ഇത് ക്രിസ്തോസ് പിതാവ് പറയാണ്, മടിയും ശ്രദ്ധക്കുറവും കൃപയെ തല്ലിക്കെടുത്തു. ഇനി ആരാണെങ്കിലും, മാർപ്പാപ്പ ആണെങ്കിലും മടി പിടിച്ചോ, ശ്രദ്ധ അല്പം കുറഞ്ഞോ, കൃപ കിട്ടുപോകും. ഹല്ലേലൂയ. കിട്ടും. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിരുത്തുന്ന ശ്രദ്ധ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിരുത്തുന്ന ശ്രദ്ധ കൃപയെ ആളിക്കത്തിക്കും. അതുകൊണ്ട് കൃപ നമ്മിൽ ജ്വലിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വേണം നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ. അപ്പോൾ നമുക്കറിയാം, ബൈബിൾ പഠിപ്പിക്കുന്നത് 2 തരത്തിലുള്ള കൃപകളുണ്ട്. ഞാൻ നിങ്ങളുടെ ഒരിക്കൽ പറഞ്ഞാണ്, എന്നാൽ തന്നെ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുക. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് വേണം. ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലാതെ പോയാൽ നമ്മുടെ ആത്മാവ് നശിക്കും, നമ്മളോട് ഒട്ടി നിൽക്കുന്നവരുടെ ആത്മാക്കളും പോക്കടിയാണ്. അതുകൊണ്ട്
നമ്മൾ ഈ രക്ഷയെക്കുറിച്ച് അറിയണം, കൃപയെക്കുറിച്ച് അറിയണം. ഹല്ലേലൂയ. അതായത് 2 തരത്തിലുള്ള കൃപയുണ്ട്. ജോലേ, 2 തരത്തിലുള്ള കൃപയുണ്ട്. ജോണേ ശ്രദ്ധിച്ചോണേ. എങ്ങനെ? എത്ര തരം? 2 തരം. ഒന്ന് സാങ്ക്ടിഫൈങ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കുന്ന കൃപ. യോഹനെ, വിശുദ്ധീകരിക്കുന്ന കൃപ. 2 നമ്മളിൽ എഡിഫൈങ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രവർത്തന നിരതരാക്കുന്ന കൃപ. ഞാൻ വ്യക്തമാക്കി പറഞ്ഞു തരാം. അതായത് ഇവർ 2 പേരും ഇവിടെ ഒന്ന് മർബഹാസ കിലുക്കുക. ഈ മർബഹാസ കിലുക്കാൻ സാങ്ക്ടിഫൈങ് ഗ്രേസ് വേണ്ട, വിശുദ്ധീകരണ കൃപയൊന്നും വേണ്ട. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ഒരു ബ്ലെസ്സിങ് കിട്ടണമെങ്കിൽ കുംഭസാരം എന്ന കൂദാശ സ്വീകരിച്ച് ഇവർ ഈ കുർബാനയ്ക്ക് കൂടി കുർബാന സ്വീകരിക്കുമ്പോഴാണ് അത് വിശുദ്ധീകരിക്കുന്ന കൃപ. മണിയടിക്കാനും മർബഹാസം കിലുക്കാനും വായിക്കാനും ധൂപക്കുറ്റി എടുക്കാനും ഒന്നും ഈ വിശുദ്ധീകരണ കൃപ വേണ്ട. ഒരു വിശുദ്ധി ഇല്ലാതെ ഈ ശുശ്രൂഷയൊക്കെ നടത്തുന്ന എത്രയോ പേരുണ്ട്. ഒരു വിശുദ്ധിയില്ല, പാപത്തിൽ ജീവിച്ചുകൊണ്ട് ഇങ്ങനെ കുർബാനയിൽ കൂടുന്ന, പള്ളി വരുന്ന, കുർബാനയെ സംബന്ധിച്ച് എത്രയോ പേരുണ്ട്. അതിന് വിശുദ്ധീകരണ കൃപ വേണമെന്നില്ല. അതിന് പക്ഷെങ്കിൽ നമുക്ക് ഏത് കൃപ വേണം? എഡിഫൈങ് കൃപ, അഥവാ പ്രവർത്തക വരപ്രസാദം വേണം. പ്രവർത്തിക്കാൻ സമയത്ത് ഇവിടെ വരണം, ആരാധനയിൽ കൂടണം, വെള്ളയുടുപ്പിടണം, അതിനൊക്കെ ആരോഗ്യം വേണം. ഇത് മർബഹാസ കിലുക്കാൻ പഠിക്കണം, മണി അടിക്കാൻ പഠിക്കണം, വായിക്കാൻ പഠിക്കണം. ഇത് പ്രവർത്തക വരപ്രസാദമാണ്. എന്നാൽ ഈ പ്രവർത്തക വരപ്രസാദമുണ്ട് എന്ന് കരുതി നമ്മൾ സ്വർഗത്തിലെത്തില്ല. നമുക്ക് ഈ പ്രവർത്തക വരപ്രസാദമുണ്ട് എന്ന് കരുതി സ്വർഗത്തിൽ എത്തില്ല. ഒന്ന് വിളിച്ച് നമുക്ക് ഈ പ്രവർത്തക വരപ്രസാദമുണ്ടെന്ന് കരുതി സ്വർഗത്തിലെത്തില്ല. നമുക്ക് വിശുദ്ധീകര കൃപയുണ്ടെങ്കിലേ സ്വർഗത്തിലെത്തുള്ളൂ. അതേക്കുറിച്ച് നമുക്ക് 2 വ്യക്തമായി മനസ്സിലാക്കണം. വിശുദ്ധീകര കൃപ. അതുകൊണ്ടാണ് ഇവിടെ ഈ ആരാധനയിൽ കുംഭസാരം കൂടെ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളെ തന്നെ ആത്മശോധന ചെയ്ത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ നമ്മൾ പാപമോചനം പ്രാപിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി നമ്മിൽ വിശുദ്ധീകര കൃപ നമ്മളെ ദൈവ മക്കളാക്കി മാറ്റും. നമ്മളുടെ ആന്തരിക മനുഷ്യനിൽ ഒരു ഒണ്ടോളജിക്കൽ ചേഞ്ച്, ഒരു മെറ്റഫിസിക്കൽ ചേഞ്ച്, ഒരു ജനിതകപരമായ മാറ്റം സംഭവിക്കാൻ ദൈവം ഇടവരുത്തും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു പാഠമാണ് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. നമ്മിൽ ആത്മാവിലൊരു മുദ്രയിട്ട് കിട്ടുകയാണ്, ദൈവമക്കൾ എന്നൊരു മുദ്ര. ഇതാണ് വിശുദ്ധീകര കൃപ. ഇതുണ്ടെങ്കിലേ നമ്മൾ സ്വർഗത്തിലെത്തുകയുള്ളൂ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു കേൾക്കാം. മത്തായി 7:21 മുതലുള്ള വാക്യങ്ങൾ. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവീൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനീതി പ്രവർത്തിക്കുന്നവരെ എന്നാണ് ദൈവം ഇവരെ വിളിക്കുന്നത്. ആരെ? യേശുവിൻ്റെ നാമത്തിൽ പ്രവചിക്കുന്നവരെ യേശു വിളിക്കുന്നത് അനീതി പ്രവർത്തിക്കുന്നവരെ. യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നവരെ യേശു വിളിക്കുകയാണ് അനീതി പ്രവർത്തിക്കുന്നവരെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവീൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനീതി പ്രവർത്തിക്കുന്നവരെ എന്നാണ് ദൈവം ഇവരെ വിളിക്കുന്നത്. ആരെ? യേശുവിൻ്റെ നാമത്തിൽ പ്രവചിക്കുന്നവരെ യേശു വിളിക്കുന്നത് അനീതി പ്രവർത്തിക്കുന്നവരെ. യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നവരെ യേശു വിളിക്കുകയാണ് അനീതി പ്രവർത്തിക്കുന്നവരെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവരെ യേശു വിളിക്കുകയാണ് അനീതി പ്രവർത്തിക്കുന്നവരെ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ യേശു വിളിക്കാൻ കാര്യം എന്താണെന്നറിയാമോ? ഇവര് ഈ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായി ഒരുപാട് വരപ്രസാദം നിറഞ്ഞ് ഇവരോടി നടന്ന് ശുശ്രൂഷ ചെയ്തവരാണ്. എന്ന് പറഞ്ഞാൽ ഇത് കരിസ്മാറ്റിക് കൃപാദാനം എന്ന് പറയും. കാരിസം ഇവർക്കുണ്ട്. ഇവർക്ക് സഭയെ വളർത്താൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് പ്രസംഗിക്കാൻ അറിയാം, പാട്ട് പാടാൻ അറിയാം, കൗൺസിലിംഗ് നടത്താൻ അറിയാം, അവർക്ക് ശുശ്രൂഷ നടത്താൻ അറിയാം. അവർ സന്ധ്യാപ്രാർത്ഥന നടത്തും. എല്ലാ ദിവസവും രാവിലെ 5:45 വന്ന് കൊന്തയൊല്ലും. 6:30 കുർബാനയിൽ മുടക്കമില്ലാതെ സംബന്ധിക്കും. 1 മണിക്കൂർ വന്ന് ദിവ്യകാരുണ്യ ആരാധനയിലിരിക്കും. അവർ ദർശനങ്ങൾ കാണും, വെളിപാടുകൾ കാണും, പ്രവചനങ്ങൾ നടത്തും, ആളുകളോട് സംസാരിക്കും. കൃത്യമായിട്ട് അവർ പ്രാർത്ഥിച്ച കർത്താവ് നടത്തുകയും ചെയ്യും. അതല്ലേ രസം? ഇവർ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഇടപെടും. പക്ഷേ ഇങ്ങനെയുള്ള ഈ കരിസ്മാറ്റിക് കൃപാദാനമുള്ളവർ സ്വർഗത്തിലെത്തണമെന്ന് ഉറപ്പില്ല. അതാണ് കർത്താവ് പറഞ്ഞത്, അനീതി പ്രവർത്തിക്കുന്നവരെ ഓടിക്കോ ഓടിക്കോ, എൻ്റെ അടുത്ത് വേണ്ട. ഇത് പറയാൻ കാര്യം എന്താണെന്നറിയോ? ഇവർക്ക് ഈ കരിസ്മാറ്റിക് കൃപാദാനമുണ്ട്, പക്ഷേ സാങ്ക്ടിഫൈങ് ഗ്രേസ് ഇല്ല. അവരുടെ ആത്മാവിൻ്റെ നാശത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവർക്കില്ലാതായില്ല. ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനം അവർക്കില്ലാതായിപ്പോയി. അതുമൂലം അവര് നിത്യഭാഗ്യത്തിൽ പ്രവേശിക്കില്ല. ദൈവം അവരുടെ മുഖത്ത് നോക്കി, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറയും. എൻ്റെ പ്രിയപ്പെട്ട, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അപ്പോൾ ചോദിച്ചേക്കാം, പിന്നെ എന്തിനാണ് എൻ്റെ കർത്താവേ ഈ എഡിഫൈങ് ഗ്രേസ് തന്നത്? ഈ കരിസ്മാറ്റിക് കൃപാദാനം എന്തിനാ തന്നേ? അത് ഈ ലോകത്തിൽ സഭയ്ക്ക് എന്തിനാ കൊടുത്തേ? അത് എന്തിനാണ് കൊടുത്തതെന്ന് പൗലോസ് അപ്പോസ്തലൻ 1 കൊറിന്തോസ് 12 വാക്യത്തിൽ പറയുന്നുണ്ട്. പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1 ലേഖനം 12 വാക്യം. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് വെളിപ്പെടുന്നത് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. കണ്ണാടി വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ ഒരാൾക്ക് പാടാൻ കഴിവ്, ഒരാൾക്ക് പ്രസംഗിക്കാൻ കഴിവ്, ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ കഴിവ്, ഒരാൾക്ക് പള്ളി സംഭാവന കൊടുക്കാൻ കഴിവ്, ഒരാൾക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യാൻ കഴിവ്, ഒരാൾക്ക് നേതൃത്വ പാഠവുമുള്ള കഴിവ്, ഒരാൾക്ക് വലിയ കൂട്ടായ്മ നടത്താനുള്ള കഴിവ്. ഇങ്ങനെ പല കഴിവുകൾ ഓരോരുത്തർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പൊതു നന്മ എന്ന് പറഞ്ഞാൽ സഭയെ വളർത്തുക. പത്രോസ് ശ്ലീഹായും ഇത് തന്നെ പറയുന്നുണ്ട്. 1 പത്രോസ് 4 10-11 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. പത്രോസ് ശ്ലീഹായുടെ 1 ലേഖനം 4 10-11 വാക്യം. ഓരോരുത്തനും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അതായത് ഓരോരുത്തർക്കും ദൈവം പ്രസംഗിക്കുന്നവൻ, ശുശ്രൂഷിക്കുന്നവൻ, കാരുണ്യപ്രവൃത്തി ചെയ്യുന്നവൻ, ഇങ്ങനെ പാട്ട് പാടുന്നവൻ, ദൈവം നമുക്ക് ഓരോരുത്തർക്കും അറിവുള്ളവൻ, പഠിക്കാൻ കഴിവുള്ളവൻ, അധ്വാനിക്കാൻ ആരോഗ്യമുള്ള എല്ലാവർക്കും ദൈവം ഓരോരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഈ കഴിവ് ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. ഇത് മറ്റെല്ലാവർക്കും വേണ്ടിയിട്ട് ദൈവം തന്നതാ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ബൈബിളിൽ അറിയാമെന്നതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. നമ്മൾ കുറേ നേരം ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയെന്ന് കരുതി സ്വർഗത്തിൽ പോകണമെന്നില്ല. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി, സഭയുടെ പൊതു നന്മയ്ക്ക് വേണ്ടി ദൈവം തന്ന, സഭയെ പടുത്തുയർത്താൻ, ദൈവത്തിന്റെ ജനത്തെ പടുത്തുയർത്താൻ, നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിലുള്ളവരെ, കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ദൈവം തന്ന കഴിവാണ് എൻ്റെ പ്രിയപ്പെട്ടവർ. ഇതുണ്ട് എന്ന് കരുതി നമ്മൾ സ്വർഗത്തിൽ പോകണമെന്നില്ല. അത് വേറൊരു വകുപ്പാ. പ്രിയപ്പെട്ടവർ, ഒരാൾക്ക് നല്ല ഭാഷാപരമുണ്ട്, പക്ഷേ കരുണയില്ല, അയാൾ ആത്മാവിലല്ല. ഒരാൾക്ക് നല്ല നേതൃത്വ പാഠവുമുണ്ട്, നല്ല നേതാവാണ്, പക്ഷേ മറ്റുള്ളവരുടെ കാര്യസം അംഗീകരിക്കുന്നില്ലെങ്കിലോ?
മറ്റുള്ളവരെ വിലമതിക്കുന്നില്ല, മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുന്നില്ലെങ്കിൽ തീർന്നു. ആൾ ആത്മാവിലല്ല. ഒരാൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും, പക്ഷെ അത് സ്വയം നന്മയ്ക്ക് വേണ്ടിയും അത് സ്വയം മഹത്വത്തിന് വേണ്ടിയിട്ടുമാണ് ചെയ്യുന്നതെങ്കിലോ തീർന്നു, ആത്മാവിലല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകളെല്ലാം മറ്റുള്ളവരെ എഡിഫൈ ചെയ്യാൻ, വളർത്താൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സാങ്ക്ടിഫൈങ് ഗ്രേസ് ആവശ്യമാണ്. അതിനാണ് കൂദാശാ ജീവിതം, അതിനാണ് വചനം. ഈ വചനവും കൂദാശയും സഭയ്ക്ക് നൽകിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? സ്നേഹമുള്ളവരെ, ദൈവത്തെ തൊട്ടു നിൽക്കാനാണ്. യേശു ക്രിസ്തുവിനെ, രക്ഷകനെ തൊടാൻ, ഫിസിക്കൽ ടച്ച്. ഇതിനാണ് കൂദാശകളും വചനവും. ഇത് രണ്ടുമില്ലെങ്കിൽ നമ്മൾ നിത്യഭാഗ്യത്തിലെത്തില്ല. ഹല്ലേലൂയ. സ്വരമർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് എങ്ങനെയാണ് ഈ സാങ്ക്ടിഫൈങ് ഗ്രേസ്? നമ്മൾ അതിനെക്കുറിച്ചാണ് ശ്രദ്ധിക്കുന്നത്. വിശുദ്ധീകര കൃപ, നമ്മുടെ ആത്മാവ് രക്ഷപ്പെടണം, അതാണ് പ്രധാനം. ബാക്കി വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും കർത്താവ് ചോദിക്കുകയല്ല, നിനക്ക് നീ എന്താ നാട്ടിൽ വലിയ ഒരു പാടി നല്ല പാട്ട് പാടാൻ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നല്ലോ, നീ എന്താ പാടാൻ? കർത്താവ് ചോദിക്കണമെന്ന് ഉറപ്പില്ല. പക്ഷെ നമ്മുടെ ആത്മാവ് നഷ്ടമായ കർത്താവിന് വിഷമമാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കി കാത്തിരിക്കുക, നമ്മളവിടെ ചെല്ലുന്നില്ലെങ്കിൽ കർത്താവിന് വിഷമമാണ്. അതുകൊണ്ട് ഈ കൃപ ഇതെങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുന്നത്? ക്രിസ്തോസ്റ്റം പിതാവ് പറഞ്ഞു, നമ്മളെ പഠിപ്പിച്ചു, പിതാവായ ക്രിസ്തോസ്റ്റം നമ്മളെ പഠിപ്പിച്ചതാണ് ശ്രദ്ധയും അമിതമായ ശ്രദ്ധ. നമ്മുടെ മനസ്സിരുത്തിയുള്ള ശ്രദ്ധയാണ് കൃപയെ ആളിക്കത്തിക്കാനുള്ള വഴി. അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണം. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കൃപ ശ്രദ്ധിക്കണേ, യേശുക്രിസ്തു വഴിയാണ് കൃപയുണ്ടായത്, അല്ലേ? യോഹന്നാൻ 1:17 വായിക്കാമോ? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവചനം. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. കൃപയും സത്യവും ആര് വഴി ഉണ്ടായി? യേശുക്രിസ്തു. ഇപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, യേശുവിനെ തൊട്ടു നിന്നാലേ ഈ കൃപ കിട്ടുകയുള്ളൂ. കൃപ യേശുക്രിസ്തു വഴിയാണ് ഉണ്ടായത്. നിയമവും പ്രവാചകന്മാരൊക്കെ മോശ വഴി ഉണ്ടായി, പക്ഷേ യേശുക്രിസ്തുവാണ് കൃപയും സത്യവും. അതെന്ന് പറഞ്ഞാൽ അവന്റെ അനുസരണമാണ് നമുക്ക് കൃപ കൊണ്ട് തന്നത്. അവന്റെ കുരിശുമരണം, അവൻ കുരിശോളം പിതാവിന്റെ ഇഷ്ടം നിറവേറ്റി, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിയ ഒരാളേ ഉള്ളു ഭൂമിയിൽ. അവന്റെ പേരാണ് ജീസസ് ഓഫ് നസറത്ത്. ബാക്കി എല്ലാവരും ഒന്നൊഴിയാതെ പാപം ചെയ്തവരാണ്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം മരണം വരെ, കുരിശു മരണം വരെ തന്നെ താഴ്ത്തി അനുസരണമുള്ളവനാക്കി, വിധേയനാക്കി അവൻ നേടിത്തന്ന ഈ കൃപ, ഇതാണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണം. അപ്പൊ ആദ്യം മനസ്സിലാക്കണം, കൃപ യേശുക്രിസ്തു വഴി. അത് ഈശോട് ഒട്ടി നിൽക്കുന്നവർക്കാണ് കൃപ. റോമർക്കെഴുതിയ ലേഖനം 8:1, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ എന്തില്ല? ശിക്ഷാവിധി ഇല്ല. യേശുക്രിസ്തുവിനോട് ഒട്ടി നിൽക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പൊ ഈ കൃപ എന്ന് പറയുന്നത് യേശുവിനെ തൊട്ട് നിൽക്കുക. മനസ്സിലായവർ പറ ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. അപ്പൊ ചിലർ ചോദിച്ചു, ചിലർ ഈ പെന്തക്കോസ്ത് വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ള ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, കൃപ ഇങ്ങ് കിട്ടി, ദാനം ഇങ്ങ് കിട്ടി, രക്ഷ നമുക്ക് കൈവന്നു, ഇനി ഒന്നും നമ്മൾ ചെയ്യേണ്ടില്ല, കൈയും കിട്ടിയെങ്കിരുന്നാൽ മതി, കൃപയായി, യേശുക്രിസ്തു കൃപ കൊണ്ട് തന്നു, ഇനി ഒന്നും ചെയ്യണ്ട, നമുക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. സ്നേഹമുള്ളവരെ, ഇനി നമ്മളായിട്ടൊന്നും ചെയ്യാനില്ല, യേശു ചെയ്യേണ്ടതെല്ലാം ചെയ്തു, കൃപ നമുക്ക് കിട്ടി. സത്യമല്ലേ? സത്യമാണ്. പക്ഷേ ബൈബിൾ, സഭ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി ശ്രദ്ധിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. ലൂക്ക 13-ാം അധ്യായത്തിന്റെ 22 മുതൽ 30 വരെ. ഇപ്പൊ ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഈ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? ചോദിക്കും, ഈ ഹൈന്ദവ സഹോദരങ്ങൾ ഇവർ രക്ഷപ്പെടുവോ? ഈ മുസ്ലിം സഹോദരങ്ങൾ ഇവർ രക്ഷപ്പെടുവോ? അതേപോലൊരു ചോദ്യമാണ് യേശുവിനോട് ശിഷ്യന്മാരെ ചോദിച്ചത്, കർത്താവേ, രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ? എല്ലാവരും രക്ഷപ്പെടില്ലേ? അതിന് മറുപടി ശ്രദ്ധിച്ചേ. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു.
ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ. ഒരുവൻ വന്ന് ചോദിക്കുന്നത് കർത്താവിനോട്, കർത്താവേ, നീ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, എല്ലാവരും ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അപ്പം അവനോട് കർത്താവ് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? മോനെ, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ. പരിശ്രമിക്കുവിൻ, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്, പരിശ്രമിക്കണം. പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങൾ പറയും, രക്ഷ കർത്താവ് നേടിത്തന്നു, ഇനി ഒന്നും ചെയ്യാനില്ല, കൈ കെട്ടിയിരുന്നാൽ മതി, ഇങ്ങ് വരും. അങ്ങനല്ല. യേശു പഠിപ്പിച്ചെന്താണെന്ന് അറിയാമോ? ഇടുങ്ങിയ വാതിൽ. രണ്ട് വാതിലുണ്ട്. ഒന്ന് നാരോ ഡോർ, രണ്ട് ക്ലോസ്ഡ് ഡോർ. വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവേശിക്കാൻ പറ്റില്ല. രണ്ട് വാതിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഇടുങ്ങിയ വാതിൽ, നാരോ ഡോർ. എല്ലാവർക്കും കൂടെ കയറാൻ പറ്റത്തില്ല. ഓരോരുത്തരും സ്വന്തം എഫർട്ടിൽ കയറണം. എല്ലാവരും കൂടെ കയറി ജാമായി പോകും. ഇടുങ്ങിയ വാതില. കളക്റ്റീവായിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിപ്പോൾ സ്വർഗത്തിൽ അങ്ങനല്ല കർത്താവ് പറഞ്ഞത്, ഓരോരുത്തരും കയറാൻ പറ്റുന്ന രീതിയിൽ. എന്ന് പറഞ്ഞാൽ അവനവൻ സ്വന്തം ആത്മരക്ഷയെക്കുറിച്ച് ശരിക്കും ആത്മശോധന ചെയ്ത് തനിക്ക് ഇണങ്ങുന്ന വിധത്തിൽ കർത്താവിനോട് ഒട്ടി നിൽക്കാൻ പരിശ്രമിക്കണം. പള്ളിയിൽ എല്ലാവരും ഉപവസിച്ചതുകൊണ്ട് ഞാൻ ഉപവസിക്കണോ? ഉപവാസം ഒരുവന് അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ വേണമെന്ന് അവൻ കണ്ടെത്തിയാൽ അവൻ അത് ചെയ്യണം. വർജന ഒരുവന്റെ ശരീരത്തെ അത് ഭാര്യ ഉപവസിക്കുന്നില്ല, ഞാനും വേണ്ട. ഭർത്താവ് ഇല്ല, ഞാനും വേണ്ട. അങ്ങനല്ല. പ്രിയപ്പെട്ടവരെ, ഇടുങ്ങിയ വാതിലിലൂടെ എല്ലാവരും കൂടെ ഒന്നിച്ച് കയറാൻ പറ്റുന്നില്ല. ഈ വാതിൽ വളരെ നാരോ ഡോറാണ്. ഇത് പരിശ്രമിക്കണം. ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അഗോണിക്സമായി എന്നൊരു വാക്കാണ്. അഗോണിക്സമായി, പരിശ്രമിക്കുവിൻ. കർത്താവ് പറയാണ്, സർവശക്തിയും എടുത്ത് കഠിനാധ്വാനം ചെയ്യുവിൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം സർവശക്തിയും എടുത്ത് കഠിനാധ്വാനം ചെയ്യുവിൻ. മലയാളത്തിലാണ് പരിശ്രമിക്കുന്നത് എഴുതിയത്. ഗ്രീക്ക് വാക്കായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ബോധം കിട്ടുവാനേ. സർവശക്തിയും എടുത്ത് കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ രക്ഷ കിട്ടില്ലെന്ന്. അയഞ്ഞ് ജീവിച്ചാൽ, 24 മണിക്കൂർ മൊബൈലും തോണ്ടി ജീവിച്ചാൽ, സ്നേഹമുള്ളവരെ, രക്ഷ കിട്ടില്ല. സമയം നമ്മളിങ്ങനെ കളഞ്ഞ് ഇപ്പം രക്ഷപ്പെടുമെന്ന് കരുതി എല്ലാവർക്കും കിട്ടുന്നത് എനിക്ക് കിട്ടുമെന്ന് കരുതരുത്. ഓരോരുത്തരും അവനവൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ശരിക്കും അധ്വാനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് പൗലോസ്ലീഹായും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. ഫിലിപ്പിയർ 2:12. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. പൗലോസ്ലീഹ പറയാണ്, മക്കളെ, ഞാൻ പള്ളി വരുമ്പോൾ മാത്രമല്ല, ഞാനിപ്പോ അകന്നിരിക്കുമ്പോൾ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം നമുക്ക് കൃപ ഒരുക്കി തന്നെങ്കിലും ഈ രക്ഷയിൽ നമ്മൾ ഉൾച്ചേരാതെ നിന്നാൽ, നമ്മൾ പരിശ്രമിക്കാതെ നിന്നാൽ, ഈ കൃപ സ്വന്തമാക്കാൻ നമ്മൾ ശ്രമിക്കാതിരുന്നാൽ നമ്മൾ രക്ഷ പ്രാപിക്കില്ല. അതുകൊണ്ട് ഒരു പള്ളി ഉണ്ടായി, നമ്മുടെ പൂർവികർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മൾ ക്രിസ്ത്യാനി വീട്ടിലാണ് ജനിച്ചത്, നമ്മൾ മാമോദീസ മുങ്ങി, നമുക്ക് ആദ്യ കുർബാന അറിയാം, കുർബാനയുടെ പ്രതിവാക്യം നമ്മൾ ചൊല്ലും, ആണ്ടുകുമ്പസാരം നടത്തും എന്നതുകൊണ്ട് രക്ഷപ്പെടണമെന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞത്, ഈ സാങ്ക്ടിഫൈങ് ഗ്രേസ്, ഈ വിശുദ്ധീകരിക്കുന്ന കൃപ ഓരോരുത്തരും സ്വന്തം ജീവിതത്തിൽ അധ്വാനിച്ച് നേടിയെടുക്കും. അതിനാണ് സഭ നമുക്ക് നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, കഠിനമായ പ്രായശ്ചിത്തങ്ങൾ ഒക്കെ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ വില കൊടുക്കണം, അതിന് വില കൊടുക്കണം, അതിനെ അംഗീകരിക്കണം. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ കൃപയോട് സഹകരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് അറിയാമോ? കർത്താവ് അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ അകന്നു പോകുവിൻ. ബാക്കിയെല്ലാം ഉണ്ട്, കരിസ്മാറ്റിക് കൃപയെല്ലാം ഉണ്ട്. ആളുകളുടെ മുമ്പിൽ നല്ല കഴിവുള്ളവരാ, സഭയോട് ചേർന്ന് സഭയുടെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്നവരാ, നാടിന് നന്മ ചെയ്യുന്നവരാ. പക്ഷെ സ്വയം വിശുദ്ധീകരിക്കുന്ന കൃപയെക്കുറിച്ച് അജ്ഞതയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അപകടമാണ്. ആത്മാവിൻ്റെ നാശത്തെക്കുറിച്ച് പരിജ്ഞാനമുണ്ടാകണം. അതുകൊണ്ട് ലൂക്ക 13:27 മത്തായിയുടെ സുവിശേഷം 7:23 ഒന്നുകൂടെ വായിക്കുകയാണ്. ലൂക്ക 13:27. എന്നാൽ അവൻ പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. മത്തായി 7:23 അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. മത്തായി 7:23. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. പ്രിയപ്പെട്ടവരെ, ദൈവം ശ്രദ്ധിക്കണേ, യേശുവുമായിട്ട് ചങ്ങാത്തമുള്ളവരാണോ, യേശുനാമത്തിൽ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നവരാണോ, ഈശോയുടെ കൂടെ എന്നും നടക്കുന്നവരാണോ, ഈശോയുടെ മിണ്ടിയും പറഞ്ഞ് എൻ്റെ യേശോ പച്ചാന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന, ഇതിനകത്തൊന്നും കാര്യമില്ല. ശ്രദ്ധിക്കണം. എൻ്റെ യേശോപ്പച്ചൻ എല്ലാം അറിയാം, എൻ്റെ യേശോപ്പച്ചൻ എന്നെ നോക്കിക്കോളൂ, എൻ്റെ യേശോപ്പച്ച എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അനീതി പ്രവർത്തിക്കുന്നവരെ അകന്നു പോകും. യേശുവുമായിട്ട് ചങ്ങാത്തമുള്ളവര്, യേശുവിനോട് മിണ്ടിയും പറഞ്ഞ് നടക്കുന്നവര്, എന്നും യേശോപ്പച്ചാന്ന് വിളിക്കുന്നവര്, എന്നും പള്ളി വരുന്നവര്, അവരെ നോക്കി യേശു പറയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ. എന്താണ് നീതി? സ്നേഹമുള്ളവരെ, നീതി പ്രവർത്തിക്കണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് നീതി പ്രവർത്തിക്കുക. ദൈവത്തിന് ഇഷ്ടമാണോ ഇത്? ഉദാഹരണത്തിന് എനിക്കൊരു രോഗം വന്നു, 24 മണിക്കൂറും ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം, മാറണേ. ദൈവം മാറ്റുന്നുമില്ല. അവസാനം ദൈവത്തോട് കലവലയായി, ശാപമായി, ദേഷ്യമായി പള്ളി വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവഹിതം ഈ രോഗമാണെങ്കിൽ ഇതാ ഞാൻ. ഇതിൻ്റെ പേരാണ് നീതി പ്രവർത്തിക്കുക. ബൈബിളിൽ നീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക. എത്ര പേര് പ്രാർത്ഥിച്ച്, അച്ഛാ പ്രാർത്ഥിക്കുക എന്നെ എങ്ങനെയല്ലോ അയർലൻഡ് കയറ്റി വിടച്ച അങ്ങനെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് അയർലൻഡ് ഒരു കണക്കിന് തള്ളിക്കയറ്റി വിടും. കർത്താവ് പ്രാർത്ഥന കേൾക്കും. അയർലൻഡിൽ ചെന്ന് ജീവിതം ദുരിതമാക്കി ശരീരം വിറ്റ് ജീവിക്കുന്നവരുടെ കാര്യം എനിക്കറിയാം. സ്നേഹമുള്ളവരെ, ദൈവഹിതമല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് ദോഷമായി മാറും. അതാണ് അനീതി. കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്നതുകൊണ്ടോ, വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം, ചങ്ങാത്തം കൂടിയത് കൊണ്ടോ, ദൈവം എല്ലാം അറിയുന്നു, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ, അതിരില്ലാത്ത പ്രതീക്ഷകളുടെ തടവറയിൽ കിടക്കുന്ന അനേകരുണ്ട്. അതിരില്ലാത്ത പ്രതീക്ഷകളുടെ തടവറയിൽ കഴിയുന്ന അനേകരുണ്ട്. എൻ്റെ ദൈവത്തോടൊപ്പം എനിക്ക് ജീവിതമുണ്ടെന്നും ചങ്ങാത്തമുണ്ടെന്നും കരുതി ജീവിക്കുന്ന അനേകരുണ്ട്. അതിരില്ലാത്ത തടവറകളുടെ പ്രതീക്ഷകളിൽ അവരെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്നകന്നു പോകും. ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നീതി പ്രവർത്തിക്കുന്നവനെ ഈശോ പറയും, ഞാൻ അറിയുന്നു. അനീതി പ്രവർത്തിക്കുന്നവനോട് പറയുന്നത്, ഞാൻ നിന്നെ അറിയുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അറിയുന്നു. അപ്പോൾ ചോദ്യം ഇതാ, ഹൈന്ദവ സഹോദരങ്ങളെ രക്ഷപ്പെടുമോ? ഇസ്ലാം സഹോദരങ്ങളെ രക്ഷപ്പെടുമോ? ഉത്തരം, മറുപടി ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 28-29 വാക്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും. നമ്മൾ വലിയ പ്രതീക്ഷയോടെ ജീവിച്ചാണ്. അബ്രഹാമിനെ അറിയാം, മോശയെ അറിയാം, ഇസാക്കിനെ അറിയാം, നമുക്ക് സ്ലീഹന്മാരെ അറിയാം, പരിശുദ്ധ അമ്മയെ അറിയാം, പള്ളി അറിയാം, സഹതായ അറിയാം, തിരുശേഷം മുത്താൻ അറിയാം, എല്ലാം അറിയാം, പെരുന്നാൾ നടത്താൻ അറിയാം, എല്ലാം അറിയാം. പക്ഷേ രാജ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുമ്പോൾ പല്ലിറുമും, വിലപിക്കും. എന്നിട്ട് അടുത്ത വചനമോ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. അതായത് ആരാണെന്നറിയാമോ?
കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും ജനതകൾ വന്ന് ഈ ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. നിങ്ങൾ പുറന്തള്ളപ്പെടുകയും ചെയ്യുമ്പോൾ വിലപിക്കും. ആരായി ജനതകളെന്നറിയാമോ? ഈ പറഞ്ഞ ആളുകളാണ്. കാരണം യേശുവിന് അവരെ അറിയാം. അവരേത് മതത്തിൽപ്പെട്ടോ ഏത് സമുദായത്തിൽപ്പെട്ടോ എന്നല്ല ഇവിടുത്തെ വിഷയം. യേശുവിന് ഇവരെ അറിയാം. കാരണം അവർ ദൈവഹിതം പ്രവർത്തിക്കുന്നവരാണ്, നീതി പ്രവർത്തിക്കുന്നവരാണ്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരാ. അവര് വന്ന രാജ്യത്തിലിരിക്കും. നമ്മൾ അമിതമായി അതിരില്ലാത്ത പ്രതീക്ഷകളുടെ തടവറയിൽ കിടന്നിട്ട് നമ്മൾ വിചാരിക്കും ഇപ്പൊ സ്വർഗത്തിൽ എത്തില്ല. അതാണ് ഈ സാങ്ക്ടിഫൈങ് ഗ്രേസ്. എങ്ങനെ കിട്ടുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന സമ്മാനമാണ്. അവനെ ഈശോയ്ക്ക് അറിയാം. അപ്പൊ ചോദിച്ചേക്കാം, അച്ഛാ അങ്ങനെയെങ്കിൽ മാമോദീസ ഒന്നും മുങ്ങണ്ടല്ലോ, അങ്ങനെയെങ്കിൽ സഭയിൽ അംഗമൊന്നും ആകണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മാമോദീസ, ഈ കുദാശകൾ, സഭയിലെ അംഗത്വമൊക്കെ ദൈവം നിനക്ക് തന്നതൊരു ഔദാര്യമാണ്. എന്തിനാണെന്നറിയാമോ? ഈ സാങ്ക്ടിഫൈങ് ഗ്രേസിലേക്ക്, ഈ സ്വർഗത്തിലേക്ക് കൂടുതൽ സുഗമമായി എത്തിച്ചേരാൻ ദൈവത്തിന്റെ കരുണ കൊണ്ട് നിന്നെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുക. അങ്ങനൊരു സൗകര്യം ദൈവം കരുണ കൊണ്ട് നമുക്ക് തന്നിരിക്കുക. നമ്മൾ അടുത്ത് നിൽക്കുക. എന്നിട്ട് നമുക്കിത് കിട്ടാതെ പോകരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപ അത് നമുക്ക് മനസ്സിലാവില്ല. അത് ആരെയും ഞെട്ടിക്കുന്ന കൃപയാണ്, വിസ്മയകരമായ കൃപയാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലാതെ. അതുകൊണ്ട് ഈ കൃപയോട് പറ്റിച്ചേർന്ന് നിൽക്കണം. അത് നമ്മളെ മുൻപന്മാരാക്കും. അല്ലെങ്കിൽ നമ്മൾ മുമ്പന്മാരാണെന്ന് കരുതും, മുമ്പന്മാർ പലരും പിമ്പന്മാരാകും, പിമ്പന്മാർ മുമ്പന്മാരും. ഈ കൃപ അതുകൊണ്ട് ഒരു സഭാപിതാവുണ്ട്. അദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം യോഹാൻ പീറ്റർ ലാങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ ബൈബിൾ സ്ക്രിപ്ചറൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഒരു യോഹാൻ എന്ന് പറയുന്ന യോഹാൻ പീറ്റർ ലാങ്. അപ്പോൾ ഈ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞൊരു വചനമുണ്ട്. അതായത് പറഞ്ഞതാണ്, കൃപയ്ക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത വിധം അത്ര ആഴമുള്ള വീഴ്ചയില്ല, പാപിയെ പൊക്കി വെക്കാൻ പറ്റാത്ത വിധത്തിൽ ഉയരമുള്ള സ്ഥലവുമില്ല. എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ കൃപയാണ് പ്രവർത്തിക്കുന്നത്. ഈ കൃപയിൽ ആശ്രയിക്കണം. ഈ കൃപ യേശുക്രിസ്തുവിനോട് തൊട്ട് നിൽക്കുന്നവർക്ക് കിട്ടുന്ന, യേശുക്രിസ്തുവിനോട് തൊട്ട് നിന്ന് അവന്റെ കൂദാശകളിലും വചനത്തിൽ അടുത്ത് നിൽക്കുന്നവർക്ക് കിട്ടുന്ന കൃപ. ഇത് ഇടുങ്ങിയ വാതിലാണ് തോന്നും. ലോകത്തിന്റെ വഴികൾ വിശാലമാണ്, പക്ഷെ ഇത് ഇടുങ്ങിയ വഴിയാണ്. പക്ഷെ ഇതിലൂടെ പ്രവേശിച്ചാൽ നിത്യതയിലെത്തും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ കൃപയ്ക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത വിധം അത്ര ആഴമുള്ള ഒരു വീഴ്ചയും ഇല്ലെന്ന്. എന്ന് പറഞ്ഞാൽ ഈ കൃപ ഏത് പാതാള കുഴിയിലും ഇറങ്ങി വരാൻ തയ്യാറാണ്. ഈ കൃപ ഈ പാപിയെ പൊക്കി വെക്കാൻ പറ്റാത്ത വിധത്തിൽ ഉയരമുള്ള ഒരു സ്ഥലവുമില്ല. എന്ന് പറഞ്ഞാൽ ഈ കൃപ എന്തുണ്ട് എന്നറിയുമോ? ഈ പാപിയെ, പാതാള കുഴി കിടക്കുന്ന പാപിയെ പൊക്കിക്കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവെക്കും? ഏറ്റവും ഉന്നത സ്ഥലത്ത് വെക്കും. ഇതാണ് കൃപ. ഈ കൃപയിൽ ശരണപ്പെടണം. ദൈവത്തിൻ്റെ ഈ ഗ്രേസ്, അതെല്ലാം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു എന്നതിലല്ല, ഇത് സെൻസ് ചെയ്യാൻ പറ്റണം നമുക്ക്. യേശു ക്രിസ്തു വഴി ഈ കൃപയുണ്ടായി. അവനോട് പറ്റിച്ചേർന്ന് നിൽക്കണം. അതിനുള്ള അവസരങ്ങൾ ഒരുക്കുമ്പോൾ നോ പറയരുത്. കുമ്പസാരം, കുർബാന, അഥവാ വീണുപോയാൽ ഓടിച്ചത് കുമ്പസാരിക്കണം. അഥവാ വീണുപോയാൽ അത് മാറ്റിവെക്കരുത്. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന കൃപയോട് പറ്റിച്ചേർന്ന് നിൽക്കണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അച്ഛനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മൾ ഈ രോഗി ലേപനം, സാധാരണഗതിയിൽ നമ്മളതിനെയൊക്കെ പഴിച്ചിട്ടിരിക്കുന്നത് അത് അന്ത്യകൂദാശ, മരണകൂദാശ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കൊണ്ട് വരുമ്പോഴേ, തൈലം കൊണ്ട് വരുമ്പോഴേ ആളുകൾ വേണ്ട ഇപ്പോഴായിട്ടില്ല പേടിച്ചിരിക്കുക. എന്നാൽ യൂറോപ്പിലൊക്കെ അച്ഛൻ പറയാണ്, ഈ കൂദാശ വിശുദ്ധ കുമ്പസാരം കണക്കെ ആളുകൾ സ്വീകരിക്കുന്നു. എല്ലാ വർഷവും വിശുദ്ധ കുമ്പസാരം എല്ലാ ആഴ്ചയിലും മാസത്തിലൊക്കെ സ്വീകരിക്കും. ഇത് വർഷത്തിൽ ഒരിക്കൽ അവർ സ്വീകരിക്കുക. കാരണം ഇതൊരു ഹീലിംഗ്, ഇത് നമുക്ക് സൗഖ്യം തരുന്ന, അത് ആത്മാവിനെയും ശരീരത്തെ മനസ്സിനെ സൗഖ്യം തരുന്ന ഒരു വലിയ അനോയിന്റിംഗ് ആണ്. അനോയിന്റിംഗ് ഓഫ് ദ സിക്ക്. ഈ കൂദാശ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് തൊട്ടു നിൽക്കാൻ ദൈവം അവസരം ഒരുക്കി തന്നതാ. അന്നേരം ഇത് അന്ത്യ കൂദാശ, അയ്യോ വേണ്ട. ഒരു ചെറിയ ക്ഷീണമൊക്കെ സംഭവിച്ച പ്രിയപ്പെട്ടവരെ, ഈ തൈലാഭിഷേകം സ്വീകരിക്കണം. ഞാൻ റെഡിയാണ്, വിളിച്ചാൽ മതി.
നാട്ടുകാരെല്ലാം വീട്ടുകാരെയും ബന്ധുക്കാരെ അയൽക്കാരെ അളിയനെയും പെങ്ങളെയൊന്നും വിളിച്ചു വരുത്തണ്ട, പറഞ്ഞാൽ മതി ഒരു തൈലാഭിഷേകം വേണം, അത് സൗഖ്യം തരും. സ്നേഹമുള്ളവരെ, അങ്ങനെ അതിനെക്കുറിച്ചൊരു ബോധ്യം യേശുക്രിസ്തുവിന്റെ വിശുദ്ധീകര കൃപാവരങ്ങളോട് പറ്റിച്ചേർന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കണം. അത് ഒരല്പം ക്ഷീണമുള്ള പരിപാടി, ഇടുങ്ങിയ വാതില. പക്ഷെ ഈ വാതിൽ അടച്ചു കഴിഞ്ഞാൽ, ക്ലോസ്ഡ് ഡോറുണ്ട്, വാതിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതുകൊണ്ട് ഈ കൃപാവരം നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയാ. നിങ്ങൾക്കറിയാമോ പൗലോസ്ലീഹ തന്നെക്കുറിച്ച് പറഞ്ഞെന്താണെന്നറിയാമോ? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-14 വചനം കൂടെ വായിച്ചു കേട്ടുകൊണ്ട് നമുക്ക് ആരാധന പൂർത്തിയാക്കാം. ഗലാത്യർ 1:13-14 വാക്യം. മുൻപ് യഹൂദ മതത്തിലായിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. അതായത് ദൈവത്തിന്റെ സഭയെ കഠിനമായി പീഡിപ്പിച്ച ആളാണ് ഈ സൗൾ, പിന്നീട് പൗലോസായത്. അതിനെ ഉന്മൂലനം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സഭയുടെ പേരിൽ ആരെങ്കിലും ഉണ്ട് അവനെ കൊന്നുകളയുക. അങ്ങനെ കുറെ എണ്ണത്തിനെ കൊന്നിട്ടുണ്ടാവും. ശ്രദ്ധിക്കണേ. അങ്ങനെ കഠിന പാപിയായി പാതാളക്കുഴിയിൽ ദൈവം മുമ്പാകെ കൊലപാതകിയായി കഴിഞ്ഞ സാവൂളിനെ ദൈവം പിടിച്ചിട്ട് പറഞ്ഞു, സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അങ്ങനെ ചോദിച്ചവനെ മാറ്റി. അങ്ങനെ പൗലോസ് ആയി മാറി. ഈ പൗലോസ് പിന്നീട് പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരുവന് എന്ന് പറഞ്ഞാൽ വെറും ഒരു മായ കാഴ്ചയല്ല, ഒരു വിഷനല്ല, മറിച്ച് വെളിപാടുകളും ദൈവത്തിന്റെ രഹസ്യങ്ങളും വെളിപ്പെടുത്തിക്കിട്ട് ഇത്രമേൽ ദൈവശാസ്ത്രത്തെ, ക്രിസ്തുശാസ്ത്രത്തെ ഇത്രമേൽ മനോഹരമായി ക്രിസ്റ്റോളജി പഠിപ്പിച്ചു വെച്ച് വേറൊരാളും ഇതുവരെ ഇല്ല. അതിനുശേഷം തോമസ് അക്വിനാസ്, ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരുനാളാണ്, വിശുദ്ധ തോമസ് അക്വിനാസ്, സഭയിലെ മറ്റൊരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹവും സെയിൻറ്റ് അഗസ്റ്റിനും ഈ സെയിൻറ്റ് പോളുമൊക്കെ ഇങ്ങനെ, സെയിൻറ്റ് പോൾ കഴിഞ്ഞാൽ പിന്നാണ് അവരൊക്കെ. പ്രിയപ്പെട്ടവരെ, അത്രമേൽ ക്രിസ്തുശാസ്ത്രത്തെ ജ്ഞാനത്തോട് മനസ്സിൽ വെളിപാട് കിട്ടിയ ആളായി അദ്ദേഹത്തെ ദൈവം ഉയർത്തി. കൃപ അദ്ദേഹത്തെ ഉയർത്തി. ഞാൻ ഒന്ന് ആലോചിച്ച് ചോദിക്കട്ടെ, അദ്ദേഹം ഇങ്ങനെ ഈ മാനസാന്തരപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ വന്നിട്ട് സഭയ്ക്ക് വേണ്ടി പ്രസംഗിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരു പള്ളി വന്നെന്ന് വെച്ചു. ഉദാഹരണത്തിന് ചന്ദനപ്പള്ളി വന്നു. ഇതിനു മുമ്പ് അദ്ദേഹം ക്രിസ്ത്യാനികളായ നമ്മളെല്ലാം ദ്രോഹിക്കുകയും അടിക്കുകയും തല്ലുകയും ജയിലിലിടുകയും കൊല്ലാക്കൊല ചെയ്യുകയും ചെയ്ത ആളാണ്. അങ്ങനെ അദ്ദേഹം മാനസാന്തരപ്പെട്ട് പള്ളി വന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണെന്ന് കേട്ടു. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതേ ഒരമ്മ ഇരിക്കുന്നു, പാലവിളയിലെ കുഞ്ഞമ്മാമ. അതായത് ശ്രദ്ധിക്കുന്നു, കുഞ്ഞമ്മാമ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അപ്പൻ, ജോസ്റ്റാൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ പൗലോസിലേക്ക് പിന്നൊന്നും വരുന്നില്ല അക്ഷരം. കാരണം എന്താണെന്നറിയാമോ? ഈ പൗലോസ്ലീഹ 1 വർഷം മുമ്പ് നമ്മളെ ദ്രോഹിച്ചപ്പോൾ, നമ്മൾ ക്രിസ്ത്യാനികളെ കൊന്നപ്പോൾ, ഈ അപ്പൻ്റെ ഈ അമ്മയുടെ മക്കളെ കൊന്ന പൗലോസ്ലീഹയെ പ്രസംഗിക്കുന്നേ. ഇവരുടെ മക്കളൊക്കെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ ഇരിക്കുന്നേ. അതുപോലെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചവനാ. കുറെ എണ്ണത്തിനെ കൊന്നവരുടെ മാതാപിതാക്കളോട് ഇപ്പൊ സുവിശേഷം പ്രസംഗിക്കാൻ പള്ളി വന്നേക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മാനുഷികമായി ചിന്തിച്ചാൽ ഉളുപ്പുള്ള ഒരുത്തരാണെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. ഇത് കാണുമ്പോഴേ അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞ് പോകും. കാരണം മക്കളെ കൊന്നവനാ. പക്ഷെ ഇവരിതിരുന്ന് കേൾക്കുകയും ചെയ്യും, പൗലോസ്ലീഹ പ്രസംഗിക്കുകയും ചെയ്യും. ഇതിൻ്റെ പേരാണ് കൃപ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഏത് പാതാളക്കുഴിയിൽ വീണാലും നമ്മളെ ഈ കൃപ പൊക്കിക്കൊണ്ടുവരും. ഒരു മനസ്സാക്ഷിയെയും ദുഷിപ്പിക്കാത്ത വിധം, കുറ്റബോധത്തിൻ്റെ തടവറയിൽ തള്ളിയിടാത്ത വിധം നിന്നെ എന്നെ മുഖപ്രസാദത്തോടെ പിന്നെയും നിർത്തുന്ന ഈ കൃപ, ഇതിൽ ശരണപ്പെടണം. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഇത്ര കുറവ്, എത്ര പരിക്കുകൾ സംഭവിച്ചാലും ഈ കൃപയിൽ ശരണപ്പെട്ട ഈ കൃപ നമ്മളെ പൊക്കിക്കൊണ്ടുവരും. ഇങ്ങനെ വേറൊരു മതത്തിലും ഒരു സംവിധാനമില്ല. അവൻ്റെ ചോര കൊണ്ട് നമുക്ക് നേടിത്തന്ന, അവൻ്റെ മുറിവുകൾ നമുക്ക് നേടിത്തന്ന കൃപയാണിത്. അതുകൊണ്ടാണ് യേശുവിനോട് യേശുവെ തൊട്ട് അവൻ്റെ കൂദാശകളോട്, വചനത്തോട് തൊട്ടു നിൽക്കണം. ഈ കൃപ
അതാണ് 1 കൊറിന്തോസ് 15:9-10 വാക്യം കൂടെ വായിച്ചുകൊണ്ട് നിർത്താം. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. പൗലോസ് കുമ്പസാരിക്കുക, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരൻ. ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പോസ്തലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനുമാണ്. ആ പേര് പോലും അപ്പോസ്തലൻ എന്നെ വിളിക്കാൻ പോലും കൊള്ളില്ല, അത്രമേൽ ഞാൻ സഭയെ ദ്രോഹിച്ചവനാ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. പൗലോസ് പറയാണ്, പക്ഷേ ഞാനിപ്പോൾ എന്തായിരിക്കുന്നു, ഞാനിപ്പോൾ നിങ്ങളോട് പ്രസംഗിക്കുന്നു, ഞാൻ അതിൻ്റെ പേരെൻ്റെ മേന്മയോ മെച്ചമോ പഠിപ്പോ അറിവോ ഡിഗ്രിയോ പത്രാസോ പ്രശസ്തിയോ കുടുംബ മഹിമയോ ഒന്നുമല്ല മക്കളെ, ദൈവകൃപയാ. കൃപ. അടുത്തത്, എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. ഇതിനെല്ലാം പരിഹാരമായി ഞാൻ തീഷ്ണതയോട് അധ്വാനിക്കാൻ കാര്യം ഈ കൃപയാ. എന്നിട്ട്, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഇത് ഞാനല്ല പ്രവർത്തിക്കുന്നത്, ഈ കൃപയാണ് പ്രവർത്തിക്കുന്നത്. കൃപയാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവം നമ്മൾക്ക് നിന്ന് ആഗ്രഹിക്കുക. കൃപയില്ലാതെ ഈ ജീവിതം ആത്മാവും രക്ഷപ്പെടില്ല. നമുക്കിടെ കഴിവുകൾ സഭയെ വളർത്താനുള്ള കൃപകളാണ്, സമൂഹത്തെ കുടുംബത്തെ വളർത്താനുള്ള കൃപകളാണ്. പക്ഷേ അതുണ്ടെന്ന് കരുതി നമ്മൾ ആത്മരക്ഷ പ്രാപിക്കണമെന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധിയോട് ഐക്യപ്പെട്ട് നിൽക്കണം. കൂദാശകളുടെ തിരുവചനത്തോട് നമ്മൾ ഇടുങ്ങിയ വാതിലിലൂടെ സഞ്ചരിച്ച് ചേർന്ന് പറ്റിച്ചേർന്ന് നിൽക്കണം. ആ കൃപ പ്രവർത്തിക്കും. അങ്ങനെ ആ കൃപ നമ്മളെ നിത്യതയിലെത്തിക്കും. ആ കൃപയ്ക്ക് വേണ്ടിയിട്ട് ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷയെ പൂർത്തിയാക്കും.